അപ്പം ഞങ്ങളെല്ലാവരും കൂടി എടപ്പള്ളിക്ക് വന്നേക്കും. അപ്പോൾ എടപ്പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് അവിടെ രൂപ ഇറങ്ങുന്ന ദിവസമാണ് മെയ് 1. അപ്പോൾ 1-ാം തീയതിയാണ് പുണ്യാളം പുറത്തിറങ്ങണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അത് കാണാൻ വന്നത്. ഞങ്ങളെല്ലാ വർഷവും വരുന്നത്. എനിക്ക് അറിവ് വെച്ച നാൾ മുതൽ ഞങ്ങൾ മെയ് 1-ാം തീയതി എടപ്പള്ളിക്ക് പോകും. ഔസേപ്പിതാവിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നേരെ എടപ്പള്ളിക്ക് വിടും. അങ്ങനെ പതിവുണ്ട്. അവിടെ ചെന്ന് അവിടെ ഇരുന്ന് വൈകിട്ട് ഒരു 4-5 മണിക്ക് ആ പുണ്യാളം പുറത്തിറങ്ങണം. അതൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ വീട്ടിൽ പോരാറുള്ളാഞ്ഞ്. പക്ഷേ ഇപ്പോൾ പിള്ളേരായപ്പോൾ ഇച്ചിരി നേരത്തെ പോകും കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മയൊക്കെ ഉണ്ട്. ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ മെട്രോയിനാണ് പോയി. അപ്പോൾ പുണ്യാളം ഇടിയിക്കാനുള്ള വെറ്റിലയും മാലയൊക്കെ വാങ്ങിച്ച് കൈ പിടിച്ചേക്കുക. ഇനി ചെന്ന് പുണ്യാളം റെഡി ആവണോടത്ത് പോയി നമുക്കിതൊക്കെ ഇടിയിക്കാം. അവിടെ പുണ്യാളം നല്ല സ്വർണ്ണങ്ങളും എല്ലാം ഇട്ട് നല്ല റെഡി ആക്കിക്കൊണ്ടിരിക്കും. എന്തര മുല്ലപ്പൂവൊക്കെ എന്നറിയോ. പണ്ട് ഞാൻ കുഞ്ഞുനാളിൽ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഈ പൂക്കളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് കാണുമ്പോൾ എന്തോരം പൂവ് പുണ്യാളം ഇരിക്കണത്. എനിക്ക് അതിൽ കുറച്ച് പൂവ് തന്നെങ്കിൽ എൻ്റെ തലയിൽ ചൂടായിരുന്നു. പക്ഷെ കിട്ടൂട്ടോ. കിട്ടാതെ ഇരുന്നല്ല, ഒരു പ്രാവശ്യം പോലും കിട്ടാതിരുന്നല്ല. നിറച്ചും പൂ കിട്ടാറുണ്ട്. പോരുമ്പോൾ ഞാൻ ആ തലയിൽ നിറച്ചും വെച്ചണ്ടാ പോരാറും. അത് ഏറ്റവും അവസാനം നമ്മൾ പുണ്യാളനെ പുറത്തോട്ട് ഇറക്കി വരുമ്പോഴേക്കും നമ്മൾ ഈ കൊടുക്കണം വെറ്റിലയും പൂക്കളും എല്ലാം നമുക്ക് തിരിച്ചെറിഞ്ഞു തരും. അപ്പോൾ എല്ലാ വർഷവും അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഇടിക്കണ മാലയും പൂക്കളൊക്കെ ഇല്ലേ, ഇതെല്ലാം രൂപം പുറത്തോട്ട് എഴുന്നള്ളിച്ചേണ്ടി വരില്ല. ആ സമയത്ത് നമുക്കിതെല്ലാം എടുത്ത് എറിഞ്ഞു തരും കേട്ടോ. എനിക്കൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും അതൊക്കെ ഒരു കാലം നമ്മളാ പോയതൊക്കെ. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും നല്ലപോലെ മിസ് ചെയ്യണ്ട കേട്ടോ. പിള്ളേരായി പിന്നെ നേരത്തെ പോയിട്ട് നേരത്തെ പോരുമെന്ന് പറഞ്ഞ് ഇവർക്ക് ആ തിരക്കും ഇതൊക്കെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇവരെയും കൊണ്ട് അത്രയും തിരക്കിലൊന്നും പോകാറില്ല. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയി. പിന്നെ കുറച്ച് നേരം നിന്ന് പുണ്യാളനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പിന്നെ ഇവർ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് പിന്നെ കടകൾ കാണാൻ പോയി. എൻ്റെ പൊന്നോ, എടപ്പള്ളിയിലെ കടകളുടെ അത്രയും വേറെ എങ്ങും വരത്തില്ല. ഇപ്പോൾ കടകൾ കുറഞ്ഞ്. പണ്ട് ഇത്രയൊന്നും അല്ല. പണ്ട് എടപ്പള്ളിയിൽ ഇതിൽ കൂടുതൽ കടകളായിരുന്നു. ഒരുപാട് കടകളുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ടോ. പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ ഒരുവിധം കടകളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാം കയറി ഇറങ്ങി ഇവരൊക്കെ എല്ലാം കാണിച്ചൊക്കെ കൊടുത്ത് എല്ലാം വാങ്ങിച്ചൊക്കെ കൊടുത്ത്. പണ്ട് നമുക്ക് എല്ലാവരും വാങ്ങി തരുമായിരുന്നു. ഇപ്പം നമ്മൾ ഇവർക്ക് വാങ്ങി കൊടുക്കണേ. പണ്ട് ഇതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നുറുക്ക് സാധനങ്ങൾ അതുപോലെ ചട്ടിയും കലമൊക്കെയാണ് കൂടുതലും വാങ്ങിച്ചിട്ടുണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്കാരും വാങ്ങി തരാനില്ല കേട്ടോ. അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടു പോകുന്നത്. ഈ നുറുക്കില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നുറുക്ക്. അത് ആ പല കളറും ഉണ്ടല്ലോ, ചുവന്ന കളറും മറ്റേ വൈറ്റ് കളറും പിന്നെ മോതിരം പോലത്തെ സാധനം ഉണ്ടാവും. അതും ഞങ്ങൾ വാങ്ങിക്കൊടുണ്ട്. പോകുന്ന വഴി ബസ്സിലിരുന്ന് അതൊക്കെ കഴിക്കലായിരുന്നു. ശരിക്കും അതൊക്കെ ഓർക്കുമ്പോൾ വല്ലാതെ മിസ് ചെയ്യണം ആ പണ്ടത്തെ കാലങ്ങൾ. വല്ലാതെ മിസ് ചെയ്യണ്. പിന്നെ കുറച്ച് നേരം അവിടെയെല്ലാം കറങ്ങി നടന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോരാൻ റെഡി ആയിട്ടോ. അപ്പോൾ 1-ാം തീയതി രൂപ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ രൂപ ഇനി 8-ാം പെരുന്നാൾ കഴിഞ്ഞിട്ട് എടുത്തു വെക്കുള്ളൂ. എല്ലാവരും പോയി പുണ്യാളനെ കാണണം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. നമ്മൾ പാമ്പിനെയൊക്കെ സ്വപ്നം കണ്ടാൽ നമ്മൾ പുണ്യാളനെ നേർച്ചേരുന്നത്. പുണ്യാളൻ നമ്മളെ നോക്കിക്കോളൂ എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഓക്കെ, ബൈ. എല്ലാവരും പുണ്യാളനെ കാണാൻ പോകണം കേട്ടോ.